ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തുകൊണ്ട് റമളാൻ എന്ന ചോദ്യത്തിന്റെ ലളിതമായ ഉത്തരം ലോകർക്ക് മാർഗദർശകമായുള്ള വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് എന്നാണ്. റമളാനിനെ ഖുർആനിൽ പരാമർശിക്കുന്ന ഏക സ്ഥലത്ത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം എന്നത് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള മാസമാകുന്നു എന്ന ഒറ്റ പരാമർശത്തിൽ സൂറ അൽ ബഖറയിലെ 185 ആ സൂക്ത ഭാഗത്ത് പറയുന്ന ആ പരാമർശത്തിലൂടെ ഖുർആനും റമളാനും തമ്മിലുള്ള ഗാഢമായ ആഴമാർന്ന ആ ബന്ധത്തെ അള്ളാഹു ഉദ്ഘോഷിക്കുകയാണ്. തുടർന്നാണ് ആ മാസത്തിൽ സന്നിഹിതരായവർ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഖുർആനാണ് റമളാനിന്റെ സന്ദേശവും സാരാംശവും. അതുകൊണ്ട് റമളാനിലെ പകലുകളിലെ നോമ്പും രാത്രികാലങ്ങളിലെ ആരാധനകളും പ്രാർത്ഥനകളുമൊക്കെ ഈ ഖുർആനാകുന്ന അനുഗ്രഹത്തിന്, റബ്ബിന് സൃഷ്ടിലോകം ചെയ്യുന്ന നന്ദിയുടെ പ്രകട രൂപങ്ങൾ മാത്രമാണ്. അതിനാൽ ഖുർആനിനോടുള്ള നന്ദിയായിരിക്കണം ഈ റമളാൻ മാസത്തിൽ വിശ്വാസികളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഖുർആനുമായി അനുവർത്തിച്ചത് റമളാനിൽ എന്നതും ചിന്തനീയമായ വിഷയമാണ്. റമളാൻ ആഗതമായാൽ വിശുദ്ധ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മുഴുവനായി പൂർണ്ണ രൂപത്തിൽ ജിബ്രീലിനെ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്നും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഖുർആനിനെ പഠിച്ചും ഖുർആനിനെ പകർത്തിയും ഖുർആനിനെ പാരായണം ചെയ്തും ഹൃദയസ്ഥമാക്കിയുമുള്ള ഒരു ജീവിത ശൈലിയിലൂടെയാണ് റമളാനിന്റെ ആത്മാവ് തൊടുവാൻ വിശ്വാസിക്ക് സാധ്യമാവുകയുള്ളൂ. ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.